സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് ചേരുന്നുണ്ട്. മേരി ജോർജ്, ഇവിടെ എന്താണ് ഇങ്ങനെ സ്വർണ്ണവില കത്തിക്കയറാൻ വഴിയൊരുക്കിയത്? അതായത് ഇപ്പോ കേരളത്തിന്റെ പ്രശ്നമല്ല, ഇത് വേൾഡ് പ്രോബ്ലമാണ് തൽക്കാലം. അതായത് ഈ ആഴ്ച ക്രിസ്മസ് വീക്കാണ്. ക്രിസ്മസ് വീക്ക് എന്ന് പറഞ്ഞാല് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വലിയ ഫെസ്റ്റിവൽ മൂഡാണ്. നമ്മളിപ്പോ ദീപാവലി വീക്കൊക്കെ വരുമ്പോ ഇന്ത്യയിൽ ആകെ ഫെസ്റ്റിവൽ മൂഡല്ലേ എന്ന് പറഞ്ഞതുപോലെ ആഗോള തലത്തില്, അതായത് ഞാൻ പറഞ്ഞതുപോലെ യൂറോപ്പോ അല്ലെങ്കിൽ മറ്റ് പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സോ അങ്ങനെ ഏത് വെസ്റ്റേൺ കൺട്രി എടുത്താലും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് എടുത്താലും അവിടെയൊക്കെ ഫെസ്റ്റിവൽ മൂഡാണ്. അത് റഷ്യ ആയാലും എന്തോ അല്ല, അടുത്ത് തന്നെ ഈ വില കുറയും, ലക്ഷത്തിന് താഴെ എത്തുന്നതാണോ? അല്ല, അങ്ങനെയാണ് സാധ്യത. കാരണം ഈ ഫെസ്റ്റിവൽ മൂഡ് അല്ലാതെ ഇപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പ്രതീക്ഷിച്ചിരുന്നതാ. അപ്പൊ ഈ സമയത്ത് പിന്നെ ഇങ്ങനെ ഈ ഫെസ്റ്റിവൽ മൂഡ് കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു പക്ഷേ ഇന്ത്യ US ട്രേഡ് എഗ്രിമെന്റിൽ എത്തിയേക്കാം. ഇപ്പൊ ഇന്ന് 23 7 ദിവസത്തിനകം എത്തുമെന്ന് തീർച്ച പറയാൻ ഒക്കില്ല. എങ്കിലും അതിനുള്ള സാധ്യത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രേഡ് എഗ്രിമെന്റിൽ എത്തിയാല് നമ്മുടെ ഭാഗം കുറച്ചുകൂടി ക്ലിയർ ആകും. നമ്മുടെ പിന്നെ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ കുറച്ച് കുറയും. അങ്ങനെയൊക്കെ ഒരു നല്ല അന്തരീക്ഷം വരികയാണെങ്കിൽ, അതായത് ഇപ്പൊ വെസ്റ്റ് ഏഷ്യയിൽ വലിയ അശാന്തിയില്ല. അതുപോലെ പിന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങൾ തൽക്കാലം ഇല്ല. അങ്ങനെ ഒരു ആഗോള തലത്തിൽ വലിയ പ്രതിസന്ധി ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. അപ്പോ ഈ ഗോൾഡ് ETF-ലൊക്കെ നിക്ഷേപം നടത്തിയ ആൾക്കാർക്ക്, ഈ സ്വർണ്ണ കോയിനും ഒക്കെ ആയിട്ടുള്ള നിക്ഷേപം ഉള്ളവർക്ക് ഈ ടൈം എത്രത്തോളം നല്ലതാണ്? എങ്ങനെയായിരിക്കും അവർ ഇതിനെ ഉപയോഗിക്കുക? അപ്പൊ ഈ ടൈം ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വലിയ പണം. ആരാണ് സ്വർണത്തിൽ ഫെസ്റ്റിവൽ സീസണിൽ ഇൻവെസ്റ്റ് ചെയ്യുക? എല്ലാ തരക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സീസണാണ്. പക്ഷേ സ്വർണത്തിന്റെ വില ഇത്ര കൂടിയിരിക്കുമ്പോൾ റിച്ച് കൺസ്യൂമേഴ്സ് ആണ് കൂടുതൽ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടുക. അങ്ങനെ അല്ലാത്തവരാണ് വെള്ളിയുടെ പുറകെ പോകുന്നത്. അഥവാ വെള്ളി ആഭരണങ്ങളും ഇപ്പൊ ആഭരണ ഭ്രമം ഉള്ളവർക്കാണെങ്കിൽ വെള്ളി ആഭരണങ്ങളും മനോഹരമാണ്. ഓക്കെ, എന്താ പറഞ്ഞത്? അല്ല, വെള്ളിക്കും കൂടുവാണല്ലോ, 10,000 കടന്നു, ഏതാണ്ട് 300-ന്. വെള്ളിയുടെ വില കൂടുന്നതിന്റെ കാരണം അതാണ്. അതായത് ഡയമണ്ടും സ്വർണവും വജ്രവും ഒന്നും വാങ്ങാൻ പറ്റാത്തവര് വെള്ളിയിലേക്ക് പോകുന്നു. കാരണം വെള്ളി ആഭരണങ്ങളും അതിമനോഹരങ്ങളാണ്. അതുകൊണ്ട് അത് ആഭരണ കൊതി ഉള്ളവർക്കാണ്. പക്ഷെ സ്വർണത്തിനെ അത് ബാധിക്കില്ല. സ്വർണം അതായത് അവനവന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മിക്കവാറും താണും പൊങ്ങിയും വളരെ ഇതായിട്ടിരിക്കുന്നു. US ഡോളർ ആണെങ്കിൽ പോലും ഒട്ടും സ്ഥിര പുലർത്തുന്നില്ല. ഇപ്പോ ഇന്ത്യൻ രൂപയുടെ കാര്യം എടുത്തോളൂ. ഇന്ത്യൻ രൂപ ഏറ്റവും വില കുറഞ്ഞ അവസ്ഥയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് ഇത്രയും വില കുറവ് ഉണ്ടായിട്ടില്ല ഇന്ത്യൻ രൂപ. എന്നല്ല ഇന്ത്യൻ രൂപയുടെ ഉദയത്തിന് ശേഷം 90-91 രൂപ = $1 എന്ന നിലയിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല. ഓർക്കണം, 1947 1 രൂപ വാസ് ഈക്വൽ ടു $1. ആ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കറൻസീസ് ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. കറൻസിയിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് അല്ല. സ്റ്റോക്ക് മാർക്കറ്റ് സേഫ് അല്ല. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സോൺ എന്ന് പറയുന്നത് സുരക്ഷിത നിക്ഷേപം എന്നുള്ള രീതിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ഈ കുതിപ്പ്? തീർച്ചയായിട്ടും ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള കുതിപ്പാണ്. അതായത് ഈ ഒറ്റ വർഷം കൊണ്ട് 44,600 രൂപയാണ് ഈ ഒറ്റ വർഷം കൊണ്ട് സ്വർണത്തിന് കൂടിയത്. അതിന്റെ പ്രധാന കുറ്റവാളി ട്രംപാണ്. ട്രംപ് അഴിച്ചുവിട്ട വ്യാപാര യുദ്ധം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ വ്യാപാര യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ അതായത് ഈ മാസം തന്നെ, അതായത് 7 റൗണ്ട്സ് ഓഫ് ടോക്ക് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും ഗവൺമെന്റും തമ്മിൽ നടന്നു കഴിഞ്ഞു, US ഗവൺമെന്റും തമ്മിൽ. എന്നിട്ട് പോലും നമുക്കൊരു വ്യാപാര കരാറിൽ ഇതുവരെ പൂർണ്ണമായിട്ട് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് പുറത്തു വരുന്ന പിന്നെ രീതി നമുക്ക് കിട്ടുന്ന റിമാർക്സ് ഒക്കെ അധികം താമസിയാതെ ഒരു ട്രേഡ് എഗ്രിമെന്റിലേക്ക് ഇന്ത്യയും US എത്തുമെന്നാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ശ്രീമതി മേരി ജോർജ്